റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്നും പുലിപ്പല്ല് ലഭിച്ച കേസ് ഇതാ പുതിയ തലങ്ങളിലേക്ക്. കഴിഞ്ഞ ഏപ്രിൽ 28-ാം തീയതി റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയുടെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവും 9 ലക്ഷം രൂപയും പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വേടൻ ധരിച്ചിരുന്നത് പുലിപ്പല്ല് മാലയാണെന്ന വാർത്തയും പുറത്തുവന്നു. തുടർന്ന് വനം വകുപ്പ് കേസെടുത്ത് ഏപ്രിൽ 29-ാം തീയതി ജാമ്യത്തിൽ വിടുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റു ചില കേസുകളും ഉയർന്നു വരുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് സിനിമാ നടൻ മോഹൻലാൽ ആനക്കൊമ്പ് സൂക്ഷിച്ച കേസും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുലിപ്പല്ല് മാല ധരിക്കുന്നു എന്ന വാദവുമാണ് ഉയർന്നത്. മാത്രമല്ല, കേന്ദ്രമന്ത്രി പുലിപ്പല്ല് മാല എവിടെ നിന്നും കിട്ടി എന്ന് ന്യായീകരിക്കണം എന്ന് ചൂണ്ടിക്കാട്ടി വാടാനപ്പള്ളി സ്വദേശിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഹാഷിം DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. സുരേഷ് ഗോപി കണ്ണൂരിലും തൃശൂരിലും ഷർട്ട് ധരിക്കാതെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയത്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും നിയമം ഒരുപോലെയാണെന്നും ഹാഷിം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ വരുന്ന വാർത്ത വേടനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം ഇല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. നിലവിലെ തെളിവുകൾ അപര്യാപ്തമാണെന്നും പുലിപ്പല്ല് യഥാർത്ഥം ആണോ എന്ന് കണ്ടെത്താനായിട്ടില്ല എന്നുമാണ് കോടതിയുടെ വാദം. ചിലർ അഭിപ്രായപ്പെടുന്നത് സുരേഷ് ഗോപിക്ക് കിട്ടാൻ സാധ്യതയുള്ള കുരുക്ക് അഴിക്കാൻ വേണ്ടി വേടനെ പുലിപ്പല്ല് കൈവശം വച്ച കേസിൽ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണ് എന്നാണ്. അല്ലെങ്കിൽ ഈ വിഷയം കൂടുതൽ പ്രാധാന്യം നേടി പലരെയും പ്രശ്നത്തിലാക്കും. ജാമ്യത്തിലിറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിച്ച വേടൻ പറഞ്ഞതിങ്ങനെയാണ്: ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഗവൺമെന്റ് വിൽക്കുന്ന മദ്യമാണ് ഞാൻ വാങ്ങിക്കുടിക്കുന്നത്. ആ കാര്യത്തിൽ എന്നെ കണ്ട് ആരും ഇൻഫ്ലുവൻസ് ആകരുത്. ഞാൻ എന്നെ തിരുത്താൻ പരമാവധി ശ്രമിക്കും. രണ്ട് നീതി എന്ന വിഷയത്തെപ്പറ്റി മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിനുള്ള മറുപടി ഇതായിരുന്നു: ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്യപ്പെട്ട സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് രണ്ട് നീതി. അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനില്ല. ഇരട്ട നീതി നിങ്ങൾക്കും മനസ്സിലാകുന്നുണ്ടല്ലോ, നിങ്ങളും ചോറ് തിന്നുന്നവർ അല്ലേ? അതോടൊപ്പം വേടൻ ഇങ്ങനെ കൂട്ടിച്ചേർത്തു: ഞാനൊരു കലാകാരനാണ്. വേടൻ ഒരു പൊതുസ്വത്താണ്. തന്റെ ചുറ്റുപാടിനെ കുറിച്ച് സംസാരിക്കേണ്ട ആൾ തന്നെയാണ് ഒരു കലാകാരൻ. അതുകൊണ്ട് ഇനിയും പാട്ടുകൾ എഴുതുകയും പാടുകയും ചെയ്യും. കേസിന്റെ പുതിയ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.